നന്മയിലേക്ക് ആളുകളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദാഇയാണ് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരിലൂടെ മരണാനന്തര ജീവിതത്തിൽ പൂർണ്ണമായി വിജയം കൈവരിക്കുവാൻ ആവശ്യമായ ആദർശം അല്ലാഹു തആല ഇറക്കി തന്നിട്ടുണ്ട്. അത് മുറുകെ പിടിക്കണം, അതിന്റെ വക്താവായി ജീവിക്കണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല കാര്യം പറഞ്ഞു. കുൽ ഹബിതു മിൻഹാ ജമീഅ فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. അല്ലാഹു പറയാണ്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു സാക്ഷാൽ മാർഗദർശനം വരുന്നതാണ്. അൽ ഹിദായ, സാക്ഷാൽ മാർഗദർശനം വരുന്നതാണ്. ഫമൻ തബിയ ഹുദായ, ആര് ആ സാക്ഷാൽ ഹിദായത്തിന്റെ നേർമാർഗത്തിന്റെ വിജയത്തിന്റെ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ, ആര് ഫോളോ ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും തന്നെ ഭയപ്പെടേണ്ടി വരില്ല, അവരൊരിക്കലും തന്നെ വിഷമിക്കേണ്ടിയും വരില്ല. അതുകൊണ്ട് ഈ മാർഗദർശനം പിൻപറ്റണം, ഈ ആധാരത്തെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ ഒരാൾ ഇതിനെ തള്ളിക്കളഞ്ഞ് പരിഹസിച്ച് പുച്ഛിച്ച് നിഷേധിച്ച് പാരമ്പര്യമായി മുസ്ലിം സമുദായത്തിലും അതുപോലെ തന്നെ അന്യമത വിഭാഗങ്ങളിലുമൊക്കെ നിലനിന്ന് വരുന്ന അബദ്ധമായ വിശ്വാസങ്ങൾ, നാട്ടാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതിങ്ങനെ വാരിപ്പുണർന്ന് ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ഒരു കുപ്പച്ചണ്ടിയായി നമ്മളങ്ങ് മാറിയാൽ തൊട്ടുതാഴെ 39-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാണ്, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, അല്ലാഹു തആല ഇറക്കി തന്ന ആയാത്തുകളെ ആര് കളവാക്കുന്നുവോ, അതിനെ നിരാകരിക്കുന്നുവോ, തള്ളിക്കളയുന്നുവോ, അക്കൂട്ടരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഉലൈക അസ്ഹാബുന്നാർ, അവര് നരകത്തിന്റെ വിഭാഗമാണ്, അഹ്ലുകാരാണ്. വഉലൈക ഹുമുൽ, അല്ലാഹു പറയാണെന്ന്, ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളുമായിരിക്കും. അപ്പൊ അല്ലാഹു ഇറക്കി തന്ന ഈ സാക്ഷാൽ മാർഗദർശനത്തെ വേണ്ടെന്ന് വെച്ച ആളുകൾ ശാശ്വതമായി നരകത്തിൽ ആപതിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഉമ്മമങ്ങന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മള് ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്ക് നേർമാർഗം പ്രാപിക്കണം, നേരായ പാതയിലൂടെ ജീവിക്കണം. ഒരു ഇഞ്ച് പോലും വഴിതെറ്റിപ്പോയാൽ നമ്മള് പിഴച്ചു പോകും, നരകത്തിലെത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉളുവെടുത്ത് ഖിബലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തിലൂടെ ചുരുങ്ങിയത് 17 തവണ നമ്മൾ അല്ലാഹുവോട് യാചിക്കുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹ് നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ അല്ലാഹ്. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? നമ്മളെ കൊണ്ട് തന്നെ അല്ലാഹു പറയിപ്പിക്കുന്നു, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണല്ലോ റബ്ബേ അത്. ആരെയാണ് അല്ലാഹു തആല അനുഗ്രഹിച്ചത്? പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായം സൂറത്തുൽ നിസാ 69-ാമത്തെ ആയത്തിലൂടെ ഞാൻ ആമുഖത്തിൽ ഓതിയല്ലോ, മിനൻ നബിയീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹ് തൃപ്തിപ്പെട്ടവരാരാ? അമ്പിയാക്കന്മാരാണ്, ശുഹദാക്കളാണ്, സദ്ദീഖുകളാണ്, സ്വാലിഹീകളാണ്. ഇവരുടെ കൂടെ നീ എന്നെ വഴി നടത്തണേ, ഞങ്ങളെ നീ വഴി ചേർക്കണേ എന്ന് ദിനേന നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തില് 17 തവണയും അല്ലാത്ത സുന്നത്തിലൂടെ വീണ്ടും നമ്മൾ യാചിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അമ്പിയാക്കളെ മുന്നോട്ട് വെച്ച രാജപാത ഏതാണ്? അതാ റസൂലുള്ളാഹിയിലൂടെ അല്ലാഹ് പൂർത്തീകരിച്ച രാജപാത ഏതാണ്? സിറാത്തുൽ മുസ്തഖീം എന്ന തെളിമയാർന്ന പാത ഏതാണ്? ഇത് പഠിക്കാതെ, ഇത് മനസ്സിലാക്കാതെ കേവലം ഒരു യാചനയും ഒരു പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയാൽ അല്ലാഹ് നമ്മളെ പരിഗണിക്കുമോ? നമുക്ക് സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ പാത സഹോദരങ്ങളെ ലഭിക്കുമോ? ലഭിക്കുകയില്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കോഴിക്കോട് ബസ് സ്റ്റാൻഡില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ബസ്സിൽ കയറിയിട്ട് എന്നെ കാസർഗോഡ് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് തിരുവനന്തപുരത്തേക്ക് ഓടുന്ന ബസ്സാ.
ആ ബസ്സിൽ കയറി ഇരുന്നിട്ടല്ല കാസർഗോട്ടേക്ക് പോകാൻ വേണ്ടി ദുആ ചെയ്യേണ്ടത്. മറിച്ച് കാസർഗോഡ് ബോർഡ് വെച്ച ബസ്സിലേക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടങ്ങ് കയറി അവിടെ ഇരുന്നിട്ട് അല്ലാഹുവോട് അപകടം കൂടാതെ ദുരിതമില്ലാതെ എത്രയും പെട്ടെന്ന് എന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതാണ് മഖ്ബൂലായ ദുആ, അതാണ് ഇജാബത്ത് കിട്ടുന്ന ദുആ, അതാണ് അഹ്ലു സുന്ന പഠിപ്പിച്ച യഥാർത്ഥ വഴി. ഇതുപോലെ നാം അകപ്പെട്ടിരിക്കുന്ന, നാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നാം നാട്ടാചാരത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന പാത യഥാർത്ഥ നേർമാർഗത്തിന്റെ പാതയാണോ അല്ല വല്ല വളവുമുള്ള പാതയാണോ എന്ന് പരിശോധിക്കണമല്ലോ. അങ്ങനെ പരിശോധിച്ചുമ്പോഴേ അത് പഠിക്കാൻ മെനക്കെടുമ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമുക്ക് നേരായ മാർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയമാണ് നിങ്ങൾ കാത് കൂർപ്പിച്ച്, കണ്ണ് കൂർപ്പിച്ച്, ഹൃദയം തുറന്ന് കേൾക്കേണ്ടത്. ഇതുവരെ മൂപ്പര് അത് കുഴപ്പമില്ല, മരണം പറഞ്ഞു, നരകത്തിന്റെ ഭയാനകത പറഞ്ഞു, കുറച്ചൊക്കെ ബെയ്ത്തും പാട്ടൊക്കെ പാടി നല്ല രസമുണ്ടായിരുന്നു. ഇനി പറഞ്ഞ അങ്ങോട്ട് മൂപ്പര് കുറ്റം പറയാൻ തുടങ്ങുകയാണ് എന്ന് വിചാരിക്കരുത്. കുറ്റം പറച്ചിൽ പാടില്ല. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല കലർപ്പില്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് അതിന്റെ സ്രോതസ്സായ, അതിന്റെ ആധാരമായ ഖുർആനിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ നിന്നും ആ രണ്ട് ആധാരങ്ങളെ മനസ്സിലാക്കി ലോകത്തിന് അറിയിച്ചെന്ന സ്വഹാബത്തിന്റെ പാതയിൽ നിന്നും വിശദീകരിക്കും. അത് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും പാരമ്പര്യമായി നാം ഉൾക്കൊണ്ടുവരുന്ന പല വിശ്വാസങ്ങളുടെയും കടക്കലത് കത്തിവെക്കും. നാം ആചരിച്ചു വരുന്ന പല നാട്ടാചാരങ്ങളുടെയും കടക്കൽ അത് കത്തിവെച്ച് മുറിച്ചു പോകും. അപ്പൊ സ്വാഭാവികമായി എന്തുണ്ടാവും? ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ സഹോദരങ്ങളെ, ഒരല്പനേരത്തെ വേദന അങ്ങ് നീങ്ങിയാൽ ശാശ്വതമായ ഒരു ആശ്വാസമാണ് പിന്നെ കടന്നു വരിക. ഏതുപോലെ ഷുഗർ ബാധിച്ച് രണ്ട് കാലുകളുടെ എല്ലുകളിലൂടെയും മാരകമായ പഴുപ്പ് കയറി തന്റെ കിഡ്നിയും വൃക്കയും അതുപോലെ തന്നെയുള്ള ശരീരത്തിന്റെ ആന്തര അവയവങ്ങളും തകരാറിലേക്ക് എത്താൻ പോകുന്ന ഒരു അപകടകരമായ അവസ്ഥ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ രോഗിയുടെ ശരീരത്തിൽ കാണുകയും ആ കണ്ട ഡോക്ടർ വളരെ സ്നേഹത്തോടുകൂടി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ രോഗിയോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തിന്റെ ഭാഗമായി ആ രണ്ട് കാലുകളും തുടക്ക് താഴെ മുറിച്ചു കളയാൻ വേണ്ടി പാസാക്കി. ആ മേജർ സർജറി നടക്കുമ്പോൾ സ്വാഭാവികമാണ് 80 കൊല്ലം 75 കൊല്ലം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കാല് ദുഷ്ടനായ ഡോക്ടർ മുറിച്ചു മാറ്റിയാണ്. ഡോക്ടറോടൊരു ദേഷ്യം ഉണ്ടാവും. ചിലപ്പോ ഡോക്ടർ അതിന്റെ പേരിൽ തെറി പറയും, മുഖത്തേക്ക് തുപ്പിയെന്ന് വരും. പക്ഷെ സ്നേഹമുള്ള ഒരു ഡോക്ടർ അനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പണി വെക്കുന്ന ഇട്ടെറിഞ്ഞു പോകുമില്ല. ആ പ്രവർത്തനം ക്രൂരമാണെന്ന് കുടുംബക്കാര് പറയും. ഈ സാധുവിന്റെ കാല് മുറിക്കൽ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് മുറിച്ചിട്ടില്ലെങ്കിൽ ആ വൈറസ് കയറും, അവന്റെ മറ്റു ആന്തരവയവങ്ങൾ തകരാറിലാക്കും, അത് ഭയാനകരമായ അപകടത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ ഡോക്ടർ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, ക്രൂരതയല്ല. ഇതുപോലെ പാരമ്പര്യമായി നാം വിശ്വസിച്ചു വരുന്നത് പലതും അബദ്ധവിശ്വാസങ്ങളാണ്. നാട്ടാചാരങ്ങൾ പലതും പ്രമാണവിരുദ്ധമാണ്. അത് ഖുർആനും സുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ ആധാരങ്ങളുമായിട്ടൊന്ന് ഉരസി നോക്കുമ്പോ തെളിവുകളില്ലാത്തതാണെങ്കിൽ ഉപേക്ഷിക്കുവാൻ, ആ കാര്യങ്ങളെ മാറ്റി തെളിവുകളിലേക്ക് കടന്നു വരാനുള്ള ആർജവം കാണിക്കാനാണ് നമ്മൾ തയ്യാറുള്ളത്. അല്ലാഹു തആല ഉയർന്ന ഈമാനുള്ള നട്ടെല്ല് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലുള്ള പല കുടുംബങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ബന്ധത്തിന്റെ പവിത്രത കൊണ്ടും മഹല്ലിലെ സംവിധാനങ്ങൾ കൊണ്ടുമൊക്കെ പല ആളുകൾ എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യാണ്, പൂർണ്ണമായി കടന്നു വരാൻ കഴിയാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഗതികൾ പറയുന്നതൊക്കെ 100% ഇസ്ലാമാണ്, ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. എന്നാലും എനിക്ക് 2-3 പെൺകുട്ടികളാണ്, ഞാനിവിടെ ചെറിയൊരു പെട്ടിക്കട ഏർപ്പാടായിട്ട് നിൽക്കണോലാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത് ഇവിടെ അല്ലേ, പിന്നെ എന്നെ കണ്ടാരെങ്കിലും സലാം ചെല്ലോ. ഇതൊക്കെയാണ് സഹോദരങ്ങളെ പല ആളുകളുടെയും ഭയം. ഞാൻ സാധാരണ പറയാറുണ്ട്, തൊണ്ട് തടഞ്ഞിട്ട് കപ്പൽ നിൽക്കുക. ഒരു ചെകിരിന്റെ തൊണ്ട് തടഞ്ഞിട്ട് കപ്പൽ നിൽക്കുക, വലിയൊരു കപ്പല്. അതൊരു ബുദ്ധിയുള്ള മനുഷ്യന് സ്വീകരിക്കാൻ പറ്റും. വിശാലമായ സ്വർഗലോകം, ആ സ്വർഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ലഭിക്കാൻ ത്യാഗത്തിലൂടെയല്ലാതെ ചുളിവിലൂടെ വളഞ്ഞ മാർഗത്തിലൂടെ ഒരിക്കലും ഒരു വഴി അല്ലാഹു അതിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല.
ത്യാഗത്തിന്റെ നൊമ്പരങ്ങളുടെ യാതനകളുടെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ് സ്വർഗത്തിന്റെ വഴികളിലേക്ക് പ്രവേശിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വെളിച്ചമായി ഇസ്ലാമിന്റെ പ്രഭയുമായി മക്കയിലെ മുശ്രിക്കുകളാകുന്ന ജാഹിലിയ സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന സമുദായം റസൂലുള്ളാഹിനോട് പറഞ്ഞു എന്ത്, ഈ കാലം എത്രയും ഞങ്ങൾ ഐക്യത്തിലായിരുന്നു, ഞങ്ങൾ ഇവിടെ കുടുംബത്തിൽ സന്തോഷം കളിയാടിയിരുന്നു. പക്ഷേ മുഹമ്മദേ നീ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തപ്പോൾ ഞങ്ങൾക്കിടയിൽ കക്ഷിത്വമുണ്ടായി, ഭിന്നിപ്പുണ്ടായി. അതുകൊണ്ട് അല്ലദീ ഫറഖ ജമ്മനാ, നീ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയവനാണ്. നോക്കി നിങ്ങള് ഇന്ന് ഈ ആരോപണം നമ്മളും ഏറ്റുവാങ്ങുമ്പോ നമ്മുടെ പാരമ്പര്യം സഹോദരങ്ങളെ അഹ്ലുസുന്നയുടെ നായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദ്റത്തിലേക്കാണ് തിരിയുന്നത്. നമുക്ക് നിറഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളത്. കാരണം ഇന്ന് നമ്മൾ എന്തൊക്കെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടോ അത് മുഴുവനും 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് കലകറഞ്ഞ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിൽ പ്രബോധനം ചെയ്തപ്പോൾ മാതൃകായോഗ്യനായ നബിതങ്ങളും സഹാബത്തും ഏറ്റുവാങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇസ്ലാമിന്റെ വെളിച്ചമങ്ങ് പല മഹാന്മാരായ ആളുകളും ഏറ്റെടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മക്കയിലെ സ്ത്രീകളുടെ ഹരമായിരുന്നു. അതുപോലെ തന്നെ സുന്ദരനും സുശീലനുമായ യൗവനം തുളുമ്പി നിൽക്കുന്ന സുഖലോൽപതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്നത് ആ ജാഹിലിയത്തിൽ 14 മുമ്പ് സഹോദരങ്ങളെ രാവിലെ ഒരു വസ്ത്രം മിസ്അബ് അണിഞ്ഞാൽ വൈകുച്ചയാകുമ്പോഴേക്കും അത് മാറ്റുമായിരുന്നത്രേ. ഉച്ചക്കണിഞ്ഞ വസ്ത്രം വൈകുന്നേരമാകുമ്പോഴേക്കും വേറെ ഒന്നണിഞ്ഞുമായിരുന്നത്രേ. ഒരു ദിവസം തന്നെ 3 വസ്ത്രം ധരിച്ചിരുന്ന മിസ്അബ്. സ്ത്രീകളുടെ ഹരമെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞ മിസ്അബ്. സ്ത്രീകൾ പറയുമായിരുന്നത്രേ മിസ്അബ് അതാ അതിലൂടെ പോയിട്ടുണ്ട്. അവര് ചോദിക്കും, നിങ്ങൾ മിസ്അബിനെ കണ്ടോ? ഇല്ല. പക്ഷേ മിസ്അബ് ഉപയോഗിച്ച സുഗന്ധത്തിന്റെ വാസന ഞങ്ങളിതാ ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മേത്തരം സുഗന്ധങ്ങൾ ഉപയോഗിച്ച ഉന്നതമായ സ്വർഗീയ സുഖങ്ങളിൽ ജീവിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് അങ്ങ് വന്നു. പാരമ്പര്യമായി പടുത്തുയർത്തപ്പെട്ട സകലമായ പൈശാചികത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ കെട്ടുകളും തകർത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ വെളിച്ചമങ്ങ് സ്വീകരിച്ചപ്പോ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ അതാ ഉപദ്രവിക്കുകയാണ്. നാട്ടുകാരെ പലരും അതാ ഉരുവലക്ക് ഏർപ്പെടുത്തുകയാണ്. എന്നിട്ട് പോലും മിസ്അബിന്റെ വിശ്വാസത്തെ തളച്ചുകെട്ടാൻ ആ ഹൃദയത്തിൽ അനുകൂലമായി ഈമാനിനെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം അവർ ഉമ്മയെ വെച്ചുകൊണ്ടതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാധീനിക്കുകയാണ്. സ്നേഹനിധിയായ ഉമ്മവരെ നന്നേറ്റം ഉപദേശിച്ചു നോക്കിയിട്ടും മിസ്അബ് റളിയല്ലാഹു അൻഹു അടങ്ങിയില്ല. അവസാനം വാതിലങ്ങ് തുറന്നു കൊടുത്തിട്ട് ചവിട്ടിയങ്ങ് തെരുവിലേക്ക് തള്ളിവിട്ടിട്ട്, പോകൂ നീ തെരുവിലേക്ക്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വത്തും ഞങ്ങളിൽ നിന്ന് നിനക്ക് തരൂല. നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ദുനിയാവിലെ ഇന്നലകളിലെ സുഖലോൽപമായ പട്ടുമെത്തകൾ ഉപേക്ഷിച്ച് ശരീരത്തിൽ അണിയാൻ പൂർണ്ണമായ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഒരു കരിമ്പടത്തിന്റെ കഷ്ണവും പതച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു തെരുവിലേക്ക് ഇറങ്ങുന്നു. പ്രിയപ്പെട്ടവര്, ആ നല്ല കന്യകയുടെ ചർമ്മമുള്ള സൗന്ദര്യത്തിന്റെ മാതക്കത്തിന്റെ തുടിപ്പുള്ള സൗന്ദര്യം മുഴുവനും വെയിൽ കൊണ്ട് വറ്റുകയാണ്. സൗന്ദര്യമതാ നിറമതാ മങ്ങുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കഅബാലയത്തിന്റെ പരിസരത്ത് നിൽക്കുമ്പോ ദൂരെ നിന്നതാ ഔറത്ത് പോലും പൂർണ്ണമായി മറക്കാൻ കഴിയാത്ത ഒരു കരിമ്പടത്തിന്റെ തുണിയും മറച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു വേച്ച് വേച്ച് വരുന്ന രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുകയാണ്. അല്ലാഹുവേ, ഇന്നലെ വരെ സുഖലോൽപനായി ജീവിച്ച മിസ്അബ് ആരാധനക്കർഹനായ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിച്ച ലോകൈകനാഥനായ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അവന്റെ സൃഷ്ടികളായ ഇബ്രാഹിം നബിയെ ഞാൻ വിളിച്ചു തേടൂല. ഇസ്മായിൽ നബിക്ക് ഞാൻ നേർച്ച വഴിപാടുകൾ കൊടുക്കൂല. ലാത്ത മനാത്ത ഹുബൽ ഉസ്സ പോലെയുള്ളവരെ ഞാൻ ഇസ്തിഗാസ ചെയ്യൂല. ഏതെങ്കിലും മരത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് തവക്കുലാക്കൂല. ഉറുക്ക് ഞാൻ കെട്ടൂല. ഏലസ് ഞാൻ കെട്ടൂല. ഐക്കല്ല് ഞാൻ കെട്ടൂല. മന്ത്രിച്ചൂതിയ നൂലുകൾ ഞാൻ ശരീരത്തിൽ ബന്ധിക്കൂല. ഞാനൊരു ജ്യോത്സ്യനെ ഇനി സമർപ്പിക്കൂല. അല്ലാഹുവിൽ ഞാൻ തവക്കുലാക്കി അവനോട് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് ലാ ഇലാഹയുടെ മാധുര്യം ഞാൻ നുകരുമെന്ന് ലോകത്ത് ഇറങ്ങി പ്രഖ്യാപിച്ച മിസ്അബിന് അവ ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥയാണല്ലോ
ആണല്ലോ അല്ലാ, ഇത് എനിക്കിത് കാണാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ സമുദായം മുഴുവനും എന്നെ ഉപേക്ഷിച്ചാലോ അല്ലാഹു തആലയുടെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവര് മുഴുവനും എന്നെ പട്ടുമത്തയിൽ ടാട്ടിയിട്ട് എന്നെ പടച്ച എന്റെ റബ്ബെന്നെ വെറുത്താൽ എന്താണ് പിന്നെ എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ചുക്കാൻ പിടിച്ച മിസ്അബിന്റെ ചരിത്രമാണ് യുവാക്കളെ നമ്മുടെ ജീവിതത്തില് തീജ്വാലയായി പുറത്തേക്ക് വരേണ്ടത്. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മള് ആലോചിക്കുക. നമ്മള് പലപ്പോഴും നമ്മുടെ തടസ്സങ്ങൾ ആ രൂപത്തിലാണ്, അല്ലേ? മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു, മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ചു. ഉടനെ കുടുംബങ്ങളതാ ചാട്ടവാറ് കൊണ്ട് മാംസം പിഴുതെടുക്കുകയാണ്. അവിടെ തെരുങ്കിൽ അടച്ചുകൊണ്ട് പട്ടിണി കിട്ടി പീഡിപ്പിക്കുകയാണ്. എന്നിട്ടൊന്നും സഅദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഉള്ള ഹൃദയത്തിലുള്ള ഈമാനിനെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം വാത്സല്യനിധിയായ ഉമ്മയോട് അവര് പറഞ്ഞു, ഉമ്മ നിങ്ങൾ മിസ്അബിനെ തിരിച്ചു ഉമ്മ നിങ്ങൾ സഅദിനെ തിരിച്ചു വിളിക്കണോ. അങ്ങനെ സഅദ് റളിയല്ലാഹുവിനോട് അടങ്ങാത്ത ഹുബ്ബാണ് ഉമ്മക്ക്. അതുപോലെ തന്നെ സഅദിനും പ്രിയപ്പെട്ടവനാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ, നീ മുഹമ്മദിന്റെ ഈ പുത്തനാചാരം വിട്ടുകൊണ്ട് നമ്മുടെ പാരമ്പര്യമായ ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഈ മരുഭൂമിയിൽ പട്ടിണി കിടന്ന് ഉമ്മ മരിക്കും മോനെ. ഉമ്മയെ പട്ടിണി കെട്ടി കൊന്നവനെന്ന് നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും മോനെ. ഉമ്മ നിരാഹാര സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടു, പട്ടിണി സമരം ആരംഭിച്ചു. ഉമ്മയോട് അണങ്ങാത്ത ഇഷ്ടമുള്ള സഹോദരങ്ങളെ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഓടുകയാണ്. നബിയേ, എന്റെ ഉമ്മ ഇതാ പട്ടിണി കിടന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നു ഇരുട്ടിലേക്ക്. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ അങ്ങോട്ട് പോകണോ അല്ല പോകണ്ടയോ? എനിക്കൊരു മറുപടി നൽകൂ നബിയേ. അല്ലാഹ് ആയത്തിറക്കി ഹുക്മ പറയാതെ റസൂലുള്ളാഹിക്ക് ദീനിൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബ് മൗനം അവലംബിച്ചു. റസൂലുള്ളാഹി സന്നിധിയിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. രണ്ടാമത്തെ ദിവസത്തിലേക്ക് പട്ടിണി സമരം ആരംഭിച്ചപ്പോ ഉമ്മ തളരാൻ തുടങ്ങി, കണ്ണുകൾ മേൽപോട്ടിയരാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു അൻഹു നിലവിളിച്ചുകൊണ്ട് നബിയുടെ ഹദറത്തിലെത്തിയിട്ട്, എന്റെ ഉമ്മ ഇതാ മരിക്കാറായിരിക്കുന്നു നബിയെ, എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എന്റെ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതാ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം ഉയർക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായത്തിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. വഇൻ ജാഅദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹ് പറയുന്നു, നിനക്കറിവില്ലാത്തൊരു വിഷയത്തിന്റെ പിന്നില് അള്ളാന്റെ കൂടെ പങ്കു ചേർക്കാൻ നീ ഉൾക്കൊണ്ട തൗഹീദ് വലിച്ചെറിഞ്ഞ് വീണ്ടും അള്ളാഹു കോപിക്കുന്ന ഏറ്റവും വലിയ പാപമായ ശിർക്ക് ചെയ്യാൻ, ബഹുദൈവ ആരാധന ചെയ്യാൻ, റബ്ബിൽ പങ്കു ചേർക്കാൻ, പ്രാർത്ഥനകളും നേർച്ചകളിലും അള്ളാന്റെ കൂടെ അമ്പിയാക്കള് ഔലിയാക്കള് മറ്റുള്ളവരെ വിളിച്ചു തേടാനോ വിളിച്ചു പ്രാർത്ഥിക്കാനും നേർച്ചയാക്കാനും ഒക്കെയായി നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ രണ്ടിൽ 6 പേരാകട്ടെ നിർബന്ധിച്ചാലും അല്ല പറയുന്നവനെ സൃഷ്ടിച്ച അല്ല പറയുന്നവന്റെ കലാമിലൂടെ രണ്ടുപേരെയും നീ അനുസരിക്കേണ്ടതില്ല. എന്നാൽ അതോടുകൂടി ഉമ്മയോടുള്ള ബന്ധം ക്ലോസ്, വാപ്പയോടുള്ള ബന്ധം ക്ലോസ്. വേറെ വീട് വെച്ച് പോയി അവരെ ചവിട്ടിത്തേച്ച് വൃദ്ധസദനത്തിലാക്കണോ? വേണ്ട. അല്ല തുടർന്ന് പറയുന്നു, സ്വാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവരെ നല്ല സ്നേഹത്തോടുകൂടി തന്നെ നീ പരിചരിക്കണം, തലോടണം, അവരോടുള്ള കടപ്പാടുകൾ നീ തീർക്കണം. ഇതാണ് ഇസ്ലാം. സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ആയത്തിറക്കിയതോടുകൂടി ഈമാനങ്ങ് സ്വരൂപിച്ച് സഹോദരങ്ങളെ തളർന്നു കിടന്ന ഈമാനിന്റെ നട്ടെല്ലങ്ങ് ഉയർന്നു. ശിരസുയർത്തി പിടിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി ധാർമ്മിക രോഷത്തോടുകൂടി ഉമ്മയുടെ ഹദറത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട എന്റെ ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പൊക്കിൾക്കൊടി ബന്ധം എനിക്ക് മറക്കാൻ പറ്റൂല. ആ ഗർഭാശയത്തില് ആ പെറ്റ് വളർന്ന് ജീവിച്ചവനാണ് ഞാൻ. പക്ഷേ അള്ളാനെക്കാളും ഇഷ്ടം എനിക്ക് നിങ്ങളോടില്ല ഉമ്മ. എന്റെ ഒന്നാമത്തെ ഇഷ്ടം അല്ലയോടാ, രണ്ടാമത്തെ ഇഷ്ടം റസൂലിനോടാ, പിന്നെ അള്ളാന്റെ ദീനുൽ ഇസ്ലാമിനോടാണ്. അത് കഴിഞ്ഞിട്ടല്ലേ സഹോദരങ്ങളെ സ്വന്തം ശരീരത്തോടും മാതാപിതാക്കളോടും ഭാര്യ സന്താനങ്ങളോടും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ,
നിങ്ങൾക്ക് ഇതുപോലെ ഒന്നല്ല 1000 ശരീരം ഉണ്ടാവുകയും ഓരോ ശരീരവും ഈ ആവശ്യം പറഞ്ഞ് ഉടമ്പടി വെച്ച് ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അങ്ങ് പട്ടിണി കിടന്ന് മരിക്കാൻ ആരംഭിച്ചാലും സഅദ് 1000 മേനികൾ മരിച്ചു തീർന്നാലും ഈ വെളിച്ചം വിട്ടുകൊണ്ട് തിരിച്ചു വരൂല ഉമ്മ. നിങ്ങൾക്ക് നിങ്ങളുടെ സമരം ആരംഭിക്കാം പ്രിയപ്പെട്ട ഉമ്മ. അതാണ് ആർജവം, അതാണ് ഈമാൻ. അതിനുള്ള ധൈര്യം അൽഹംദുലില്ലാഹ് യുവാക്കൾ കാണിക്കണം. അല്ലാഹു തആല അത് നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ മരണാനന്തര ജീവിതമാകുന്ന യാത്രയിലേക്ക് വേണ്ടി വിഭവങ്ങൾ സ്വരൂപിക്കുമ്പോ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ഒരു ജീർണതയും കടന്നു വരാൻ പാടില്ല. ഏതാ നമ്മുടെ വിശ്വാസം? ഏതാ നമ്മുടെ വിശ്വാസം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തുകൾക്ക് മുഴുവനായും അർഹനായിട്ടുള്ളത് അല്ലാഹു മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇലാഹും മറ്റൊരു ആരാധ്യനും മറ്റൊന്നും തന്നെ ഇല്ല. അപ്പൊ ജീവിതത്തിൽ അല്ലാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത് അതിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളും തന്നെ ഇല്ല. അത് മുഴുവനും അല്ലാഹ്ക്ക് മാത്രം. കാരണം എന്താ? അതൊരു മുസ്ലിം മാത്രം സ്വീകരിക്കേണ്ട കാര്യമല്ല. ഓരോ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഈ മനുഷ്യനായി ഭൂമിയിൽ പെറ്റുവളർന്ന ഓരോ മനുഷ്യരും സ്വീകരിക്കേണ്ടതാ. കാരണം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ആ പരിപാലിച്ച ലോകൈകനാഥനായ അല്ലാഹ് പറഞ്ഞതെന്താ? 51-ാം അധ്യായം 56-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹ് പറയാ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനല്ലാതെ? എനിക്ക് ആരാധന ഇബാദത്ത് ചെയ്യാനല്ലാതെ. അപ്പൊ അടിസ്ഥാനപരമായി നമ്മുടെ ഡ്യൂട്ടി എന്താണ്? സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 22-23 ആയത്തിലൂടെ എത്ര ഗംഭീരമായിട്ടാ അല്ലാഹ് പറയുന്നത്. അത് കേവലം മുസ്ലിം സമുദായത്തെ മാത്രം വിളിച്ചുകൊണ്ടല്ല, സൗദി അറേബ്യയിലെ മക്കയിലെ മദീനയിലെ അറബികളെ മാത്രം വിളിച്ചുകൊണ്ടല്ല, മാപ്പള സൊസൈറ്റിയോട് മാത്രമല്ല, മറിച്ച് ഈ 745 കോടി മനുഷ്യരോട് ഖുർആൻ സംസാരിക്കുന്നു. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, മനുഷ്യ സമൂഹമേ. അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യ സമൂഹമേ, വഅബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരായ നിങ്ങളുടെ മുൻഗാമികളെയും ഒക്കെ സൃഷ്ടിച്ച, പരിപാലിച്ച, അവർക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, വെളിച്ചം നൽകിയ, നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈകളും ഒക്കെ നൽകിയ, ഈ ഭൂമിയെ ജീവയോഗ്യമാക്കി തന്ന അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവോ, അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലദീ, കാരണം എന്താണ്? അവൻ എങ്ങനെയുള്ളവനാണ്? ജഅലകുമുല്ലല്ലാഹു ഫിറാശാ, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ആകൃതിയുള്ള ഈ ഭൂമിയുടെ പുറന്തോടില് ഒരു വിരിപ്പിൽ കിടക്കുന്ന പോലെ, സഹോദരങ്ങളെ, ഒരു തൊട്ടിലിൽ ഒരു കുഞ്ഞുറങ്ങുന്ന പോലെ നമ്മളതാ ഇരിക്കുന്നു, ഓടുന്നു, വാഹനമെടുക്കുന്നു, വീടെടുക്കുന്നു. കാരണം എന്താ? അല്ലാഹു പറയാണ്, അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ജഅലകുമുൽ അർള ഫിറാശാ, അവൻ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പ് പോലെ സംവിധാനിച്ചു തന്നവനാണ്. കഴിഞ്ഞില്ല, വസ്സമാഅ ബിനാ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി, ഒരു പന്തലാക്കി നാട്ടി തന്നവനാണവൻ. ആര്? അല്ലാഹു. കഴിഞ്ഞില്ല, അതേപോലെ വഅൻസല മിനസ് സമാഇ മാഅ, ആ കാർമേഘ കീറുകളിൽ നിന്ന് കുത്തിയൊലിക്കുന്ന ഉപകാരദായകമായ മഴ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ അവനാണ്. മഴ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ അവനാണ്. കഴിഞ്ഞില്ല, ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ മൂലം നിർജീവമായ, പരുഷനായ, ഉശിരനായ ഭൂമിയില് ഉപകാരപ്രദമായ സസ്യലതാദികൾ മുളപ്പിച്ചവൻ അവനാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി അല്ലാഹു തആല പറയാൻ. സന്ദർഭോചിതമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രവർത്തകർ പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ ദഅവത്ത്, പ്രബോധനമെന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനുവേണ്ടി വളരെ കുറഞ്ഞ പ്രവർത്തകർ ത്യാഗം സഹിക്കുകയാണ്. അല്ലാഹു തആല
അവർക്കും സന്നിഹിതരായ നമുക്കും ഈ സ്ഥലം അനുവദിച്ചു തന്നവർക്കും ഇതുമായി സഹകരിച്ച നമ്മുടെ യുവാക്കൾക്കും മാനസിക പിന്തുണ നൽകിയവർക്കും എല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമ കൊണ്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ഉന്നതമായ ദറജയാണുള്ളത് എന്ന ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വരാത്ത രൂപത്തിൽ ആ കാര്യത്തെ നമ്മൾ കാണണമെന്ന് സാന്ദർഭികമായി നമ്മൾ ഉണർത്തുകയാണ്. ആ കാര്യത്തെ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കുക. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, രണ്ടാമധ്യായം സൂറത്തുൽ ബഖറ 23, 24, 25, 22, 23 ആയത്തുകളിലൂടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കിയവനവനാണ്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനവനാണ്, കാർമേഘക്കീഴിൽ നിന്ന് മഴ നൽകുന്നവനവനാണ്. ആ കാർമേഘക്കീഴിലുള്ള മഴ മൂലം നിങ്ങൾക്ക് ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചു തരുന്നവനവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതെല്ലാം നൽകുന്നവൻ അല്ലയാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം അല്ലാഹുവാണ് ഇറക്കിത്തരുന്നത്, നടത്തുന്നത്, സംവിധാനിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നു, നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, നിങ്ങളൊക്കെ അറിയുന്നു എങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആ അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിൽ, ആ റബ്ബിനെ ഇബാദത്ത് കൊടുക്കുന്നതിൽ ഒരു പടപ്പിനെയും ഒരു സൃഷ്ടിയെയും നിങ്ങൾ പങ്കാളികളാക്കാൻ പാടില്ല. എത്ര ഗംഭീരമായ സന്ദേശമാണ്, എത്ര അർത്ഥപൂർണമാണ്, എത്ര ദീപകമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? ലോകത്ത് സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതലുള്ള മനുഷ്യർ മുതൽ ഇനി ലോകാവസാനം വരെ ജീവിക്കാനിരിക്കുന്ന മനുഷ്യന്മാർ വരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവരിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവവുമില്ല, അതേപോലെ ഈ പ്രപഞ്ചത്തിന് അനവധി ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുള്ളൂ. മറിച്ച് 99% അല്ലെങ്കിൽ 98% ആളുകളും ആകാശങ്ങളെ ഭൂമിയെ പടച്ച് പരിപാലിക്കുന്ന ബ്രഹ്മാണ്ടത്തിന്റെ ജഗദീശ്വരൻ എന്ന യഹോവ എന്ന അള്ളാഹു എന്ന പദം മാത്രമാണ് മനുഷ്യർ ഉപയോഗിക്കാറുള്ളത്, അല്ലേ? ഇവിടെ ഉള്ള ഒരു ഹൈന്ദവ സഹോദരൻ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കും ഒരു ഹിന്ദു സഹോദരനോട്, നിനക്ക് മഴ നൽകുന്നത് ആരാടാ ബാലേട്ട? നിനക്ക് ജീവിക്കുവാൻ ആവശ്യമായ ഉപജീവനം നൽകുന്നവൻ ആരാ? നീ ശ്വസിക്കുന്ന വായു നൽകിയവൻ ആരാ? അവൻ പറയുന്നത് ഈശ്വരനാണ്, അല്ലേ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ റസൂലുള്ള വരുന്നത് വരെ വഴിതെറ്റി ജീവിച്ച അന്ധവിശ്വാസികൾ അവരെ അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണെന്ന് വിശ്വസിച്ചവരാണ്. അള്ളാഹുവാണ് ഇതിന്റെ ഒക്കെ നിയന്താവ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്ത മനുഷ്യന്മാരുമാണ് അവര്, അല്ലേ? അത് ഞാൻ വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷമാണോ സഹോദരങ്ങളെ അള്ളാഹ് ഉണ്ട് എന്നൊരു കാര്യം തന്നെ ഓര് അറിയുന്നത്? അല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. വാപ്പാൾക്ക് മോൻ വന്നിട്ടാണോ പേരിട്ടത്? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ അബ്ദുൽ മുത്തലിബ് ഇട്ട പേരാണ് അബ്ദുള്ള, അല്ലേ? അപ്പൊ ആ അബ്ദുള്ള അള്ളാന്റെ അടിമ എന്ന ബോധവർക്കുണ്ട്. ഇനി ചില ആളുകൾ പറയും, ആ അള്ളാന്ന് പറഞ്ഞ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഖുർആൻ പറഞ്ഞ അള്ളല്ല, പിന്നെ അതൊരു ദൈവീക സഭയിലുള്ള വേറെ കയ്യും കാലും കണ്ണും ചുംബിക്കൈയൊക്കെ ഉള്ള വേറെ അള്ളയാണ്. അത് ചില ഉസ്താദന്മാര്, ചില പണ്ഡിതന്മാര് സഹോദരങ്ങളെ തൗഹീദിന്റെ യഥാർത്ഥ വശത്തിൽ നിന്ന് ആളുകളെ അടർത്തിക്കൊണ്ടുപോകാൻ, വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ന്യായീകരിക്കൽ മാത്രമാണ്. ഒരിക്കലും അതല്ല. റസൂലുള്ള പറഞ്ഞ, ഖുർആൻ പറഞ്ഞ അല്ലാഹു തആല തന്നെയാണ് അവരും വിശ്വസിച്ചത്. പക്ഷേ അവര് മാപ്പിളമാരായിട്ടില്ല, അവര് മുസ്ലിങ്ങളായിട്ടില്ല. കാരണം ഖുർആൻ പറഞ്ഞു വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അല്ലാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിലും കണക്കാക്കേണ്ട രൂപത്തിലല്ല കണക്കാക്കിയത്. അതുകൊണ്ടാണ് അവർ അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹു തആലയിൽ വിശ്വസിച്ചവരാണ്. പക്ഷേ എങ്ങനെയാണ് വിശ്വസിച്ചത്? അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ശിർക്ക് കലർന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവരെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞു തന്നത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനില് നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് അഹ്റാഫിലൂടെ, സൂറത്തുൽ അൻകബൂത്തിലൂടെ, സൂറത്ത് യൂനുസിലൂടെ, അനവധി ആയത്തുകളിലൂടെ നമുക്ക് കാണാം. അല്ലാഹു തആല പറയുന്നു ഖുൽമൻ റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അദീം. ആകാശങ്ങളുടെ രക്ഷിതാവ്, അതുപോലെ മഹത്തായ സിംഹാസനത്തിന്റെ അധിപന് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കാകുന്ന അബൂജഹലടങ്ങുന്നവർ പറയുമെന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹ് പറയുന്നു സയഖൂലൂന ലില്ലാഹ്,
അത് അള്ളാഹുവാണ് മുഹമ്മദ്. അപ്പൊ അള്ളാഹു തആല പറയുകയാണെങ്കിൽ കുൽ, പറയൂ നബിയെ, ചോദിക്ക്, അഫലാ തത്തഖൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത്? നിങ്ങൾക്ക് അള്ളയോട് നിങ്ങൾ പറയണ്ടല്ലോ, കഴിഞ്ഞില്ല. വീണ്ടും അള്ളാഹു പറയാണെന്ന്, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ വഹുവ യജീറു അലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅമലൂൻ ഇൻ കുൻതും തഅലമൂൻ. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥൻ ആരാണ്? അവകാശം ആർക്കാണ്? അതുപോലെ തന്നെ ഒരുവന്റെ കയ്യിലല്ല, അത് എല്ലാം മറ്റുള്ളവരുടെ കയ്യിലല്ല, മുഴുവനായും അള്ളാഹുവിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ളവൻ ആരാണ്? എല്ലാവരും അഭയം പ്രാപിക്കുന്നവൻ ആരാണ്? അവന് ഒരുത്തന്റെയും അഭയം ആവശ്യമില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? അവര് പറയും സയഖൂലൂന ലില്ലാഹ്, അതും അള്ളാഹു ആണ് മുഹമ്മദേ, തർക്കമില്ല. എങ്കിൽ കുൽ, ചോദിക്കൂ നബിയേ, ഫഅന്നാ തുസ്അറൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മായാവലയത്തിൽ തെറ്റുകുറ്റങ്ങൾ തെറ്റായ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയത്? നോക്കി നിങ്ങൾ, ഇനിയും കഴിഞ്ഞില്ല. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് 63-ാമത്തെ ആയത്ത് കേട്ടോ. വലയിൻ സഅൽതുഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ നൽകുന്നവൻ ആരാണ്? ഫഅഹ്യാ ബിൽ അർള മിൻ ബഅദി മൗതിഹാ, ആ മഴ മൂലം ഉണങ്ങി വരേണ്ട നിർജീവമായ ഭൂമിയെ ജീവനുള്ള ഹയാത്തുള്ളവൻ ആക്കുന്നവൻ ആരാണ്? ഉടനെ മക്കക്കാര് പറയും, മുശ്രിക്കുകൾ പറയും, ലയഖൂലുന്നല്ലാഹ്, അവരെ പറയുക തന്നെ ചെയ്യും അത് അല്ലാഹു ആണെന്ന്. ഇനി ഇത് വേറെ അള്ളയാണെങ്കിൽ സഹോദരങ്ങളെ, ഖുർആനിനെ തന്നെ നിഷേധിക്കുന്ന വാദമായിട്ട് മാറും. കാരണം എന്താ? അള്ളാഹു തന്നെ പറയുന്നു, എങ്കിൽ ഖുലിൽ ഹംദുലില്ലാഹ്, ഈ ആയത്തിന്റെ ബാക്കി ഭാഗമാണ്. പറഞ്ഞോളൂ നബിയെ, അള്ളാഹ്ക്കാകുന്നു സർവസ്തുതിയും. കാരണം എന്താ? അത്രയെങ്കിലും നിങ്ങൾ അംഗീകരിച്ചല്ലോ. ബൽ അക്സറുഹും ലാ യഖിലൂൻ, അവരിൽ അധികം ആളുകളും അഖിലില്ലാത്തവരാണ്, പൂർണ്ണമായി ബുദ്ധിയില്ലാത്തവരാണ്. അതാണ് അവർക്ക് സംഭവിച്ചത്, അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളോടൊക്കെ അല്ലാഹു തആല പറഞ്ഞത് അതാണ്. നമുക്കെല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നവൻ അള്ളയാണ്. ആ അള്ളക്ക് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്ത് ജീവിക്കാവൂ, അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയുമോ, എന്റെ കയ്യിലുള്ളത് ഖുതുബിയ്യത്ത്, പരിഭാഷയും വിശദീകരണവും എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആരെയും തേജോന്നും ചെയ്യാനോ ആക്ഷേപിക്കാനോ ചളിവാരി എറിയാനോ അല്ല. മുസ്ലിം സമുദായത്തിൽ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ താല്പര്യത്തിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിം അകന്നിട്ടുണ്ട്. ശിർക്ക് എന്ന മാരകമായ പാപത്തിലേക്ക് അവർ ആപതിച്ചിട്ടുണ്ട് എന്ന് ആരോപണം പറയാനല്ല, അത് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം തെളിവുകൾ ഉന്നയിക്കുകയാണ്. പി പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാര് രചിച്ചിട്ടുള്ള പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഖുതുബിയ്യത്തിന്റെ ഒരു പുസ്തകമാണിത്. 15 രൂപയാണിത് വില. നിങ്ങൾക്കൊക്കെ പോയിട്ട് വാങ്ങാം. 15 രൂപ കൊടുത്ത് മർക്കസിലോ ബുക്ക് സ്റ്റാളിലോ പോയാൽ കിട്ടും. ഇതിന്റെ 10ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. മുസ്ലിം സമുദായത്തെ ഈ പണ്ഡിതന്മാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വലിയ അബദ്ധമായ വിശ്വാസത്തിലാണ് എന്ന് പറയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ടാണ്. കേട്ടോളൂ. യാ കുതുബ അഹ്ലിസ് സമാ വൽ അർളി ഖൽതഹുമാ യാ ഫൈല ഐനൈ വജൂദൈഹിം വഗൈതഹുമാ يا ابن العليين قد أغرست إرثهما يا خير من كان يدعى محي الدين. എന്താ പറയുന്നത്? ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഒരിക്കലും തന്നെ ആക്ഷേപിക്കുന്നവരോ താറടിച്ച് കാണിക്കുന്നവരോ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കുന്നവരോ അല്ല മുജാഹിദുകളെ, സലഫികള്. പക്ഷേ നമ്മളെ പറ്റി പറയാറുള്ളത് ഔലിയാക്കന്മാരോട് ആദരവില്ല, കറാമത്തിനെ പുച്ഛിക്കുന്നവരാണ്, അവരെ പരിഹസിക്കുന്നവരാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ശങ്കരാചാര്യരോട് തുല്യപ്പെടുത്തിയവരാണ് എന്നിവരെ പറഞ്ഞ് നമ്മളെ സഹോദരങ്ങളെ ആക്രോശിക്കാറുണ്ട്, ആക്രമിക്കാറുണ്ട്. എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, രക്ഷിതാക്കളെ, മുഅ്മിനുകളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മഹാനായ പണ്ഡിതൻ ബഗ്ദാദിന്റെ മണ്ണില് മറവ് ചെയ്യപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 10, 23 അല്ലെങ്കിൽ 30, 32 കൊല്ലക്കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഗ്രന്ഥം രചിച്ച് നാടുനീളെ ആളുകൾക്ക് ഉത്ബോധനം നൽകി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ വിളിച്ച ഒരു മഹാനായ വലിയാണ്.
അദ്ദേഹത്തെ നമ്മൾ ആക്ഷേപിക്കൂല. പക്ഷേ ആ മഹാനായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരില് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് പിൽക്കാലത്ത് ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മൊഹീദ്ദീൻമാരെ പോലെ, അതുപോലെ 380 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടുകാരൻ സദഖത്തുല്ലാഹി കാഹിരി എന്ന ഒരു മനുഷ്യൻ നിർമ്മിച്ച ഖുതുബിയത്ത്, ആ ഖുതുബിയത്തിൽ മഹാനായ ശൈഖ് ജീലാനിയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കേൾക്കുന്ന വേണം. എന്താ പറയുന്നത്? യാ അഹ്ല സമാ യാ അഹ്ല ഖുതുബസ് യാ ഖുതുബ അഹ്ലി സമാ വല്ലർളി ഗൗസഹുമാ യാ ഫൈദ ഐനൈ വുജൂദിഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഖ്റസ്തഹിറതഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹയ്യദ്ദീനി. എന്റെ വക ഞാൻ ഒരു ഹർഫ് കൂട്ടൂല. ഇതിൽ അങ്ങനെ തന്നെ കൊടുത്ത അക്ഷരം അർത്ഥപ്രകാരം ഞാൻ വായിക്കുകയാണ്, കേട്ടോളൂ. സാരം: ആകാശഭൂമിയുടെ ഖുതുബും ബ്രാക്കറ്റിൽ കേന്ദ്രബിന്ദു ഗൗസുമായ മഹാനവറുകളെ. ആകാശഭൂമികളുടെ ഖുതുബ് കേന്ദ്രബിന്ദു, ഗൗസ് പരമസഹായിയായ മഹാനവറുകളെ. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ഇത് അഹ്ലുസുന്ന പഠിപ്പിച്ച വിശ്വാസമാണോ പ്രിയപ്പെട്ട സുഹൃത്തെ? ഇന്ന് രാത്രി നീ ഇത് കേട്ടിട്ട് ഉറങ്ങരുത്, ചിന്തിച്ചുകൊണ്ടേ ഉറങ്ങാവോ. കാരണം എപ്പോഴാ മലക്കുൽ മൗത്ത് വരിക പറയാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞു, മന്മാത്ത ഒരാൾ മരിക്കുമ്പോ വഹുവ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കുവെക്കുന്ന ഏതെങ്കിലും ഒരു പഴച്ച വിശ്വാസം അഥവാ ശിർക്കിന്റെ ഒരു ചെറിയ കണിക ഹൃദയത്തിൽ ഉണ്ടായിട്ടാണ്, നാവിൻ തുമ്പിലുണ്ടായിട്ടാ മരിക്കുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. മന്മാത്ത ഒരാൾ മരിക്കുമ്പോ അള്ളാഹിനെ കുറിച്ചൊരു അവ്യക്തതയുമില്ലാതെ ഖുർആനും ഹദീസും പഠിപ്പിച്ച പ്രകാരം അവന്റെ മഹത്വം മനസ്സിലാക്കി, അവന്റെ ജലാലത്ത് ഉൾക്കൊണ്ട്, അവന്റെ ഇസ്മത്ത് ഉൾക്കൊണ്ട് അവനെ മാത്രം വിളിച്ചു തേടി, അവനിൽ മാത്രം ബലമേൽപ്പിച്ച് ഒരു ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ജീവിതത്തെ ധന്യമാക്കിയിട്ടാ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിലാ. അതുകൊണ്ട് ചിന്തിക്കുന്ന വേണം, ഇതെന്താ പറയുന്നത്? ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന ആരാ? അല്ലാഹു അല്ലേ സഹോദരങ്ങളെ. ഖുർആനിലൂടെ അല്ലാഹു വാക്കിയിലൂടെ ചോദിക്കുകയാണെന്ന്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഈ വെള്ളം നിങ്ങൾക്ക് ഉപരിലോകത്ത് നിന്ന് ഇറക്കി തരുന്നവർ അള്ളയാണോ അല്ല മറ്റു വല്ലവരുമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരു മുസൽമാന്റെ മറുപടി എന്താ? അല്ലാ നീയാണ്, അല്ലാ നീയാണ്. ഇത് ചൊല്ലാത്ത മക്കയിലെ ജാഹില് പോലും പറഞ്ഞതെന്താ? ലയഖൂലുനല്ലാഹ്, അതൊക്കെ അള്ളയാണെന്നാണ്. എങ്കിൽ മുസ്ലിം സമുദായത്തിൽ എങ്ങനെ ഈ വിശ്വാസം കടന്നു വന്നു? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വളരെ കൃത്യമാണ്. എന്താ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തു മുസ്ലിമിനെ നോക്കിയിട്ട് എന്താ? ലാ തഖൂമസ്സാ, ലോകാവസാനം അന്ത്യനാള് ഒരിക്കലും സംഭവ്യമല്ല. ഹത്താ, ഏതുവരെ? തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ, അതുപോലെ തന്നെ ശിർക്കിന്റെ വിശ്വാസങ്ങളെ വാരിപ്പുണരാതെ ലോകാവസാനം സംഭവ്യമല്ല. ഹത്താ, ഏതുവരെ? തഅബുദൽ ഔസാൻ, അവര് കല്ലുകളെ വരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അല്ലെ, പാലക്കാട് നമ്മൾ പോകുമ്പോ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകല്ല് വലിയുല്ലാഹി മക്കാം എന്നൊരു മക്കാമുണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോ. ആക്ഷേപം പറയല്ല, ആരോപണം ഉന്നയിക്കല്ല. 1.5 മീറ്റർ നീളമുള്ള ഒരു മീസാൻ കല്ല്, അതുപോലെ അതിനകത്തൊരു വലിയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിട്ട് അത് കെട്ടിയുയർത്തി അതും നിന്ന് പൊട്ടി വീണതാണെന്നും പറഞ്ഞ് ചവിട്ടരുത് എന്നും പറഞ്ഞിട്ട് ഒരു 3/4 മീറ്റർ നീളമുള്ള വേറൊരു കല്ല്. ആളുകൾ അവിടെ വന്ന ആ കല്ലിൽ തൊട്ടുമുത്തുന്നു. നാട്ടിവെച്ച 1.5 മീറ്ററുള്ള കല്ലിനെ കെട്ടിപ്പിടിച്ച് സങ്കടം പറയുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമെല്ലാം സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ പഠിപ്പിക്കാത്ത അനാചാരത്തിന്റെ സിയാറത്ത് ടൂർ ഉണ്ടല്ലോ. സിയാറത്ത്, ഖബർ സിയാറത്ത് റസൂലിനെ സുന്നത്താക്കിയതാ. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ
ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുൽ മൗതാ. മരണചിന്ത ഉണ്ടാകാൻ, പരലോക ബോധമുണ്ടാകാൻ, മരണപ്പെട്ട വാപ്പാക്ക് ഉമ്മാക്ക് ജ്യേഷ്ഠനെ ബന്ധപ്പെട്ടവർക്ക് സുഹൃത്തിനൊക്കെ ദുആ ചെയ്യാൻ ഖബർസ്ഥാനിൽ നമ്മൾ പോണം, ഓൽക്ക് വേണ്ടി ദ്വാരിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിനോട്. എന്നാൽ ഖബറാളികളോട് സങ്കടങ്ങൾ പറയാൻ, അവിടെ പോയി വിഷമങ്ങൾ പറയാൻ, അവിടെ പോയി സഹോദരങ്ങളെ ജാറം മൂടാൻ, അവിടെ പോയി നിലവിളക്കിൽ നിന്ന് കുടിക്കാൻ, ശരീരത്തിൽ പുരട്ടാൻ, അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറുക്കോ ഏലസോ ഐക്കല്ലോ വാങ്ങിക്കൊണ്ടുവന്ന് അത് ശരീരത്തിൽ പുരട്ടാൻ ബൈക്കില്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കടയില്, പിന്നെ കേശിന്റെ കല്ലയില്, ഇങ്ങനെയൊക്കെ അല്ലാഹുവല്ലാത്തവരെ തവക്കുലാക്കി അവരിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ച് ഗുണവും ദോഷവും പ്രതീക്ഷിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനുമുണ്ടല്ലോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അത് മുഴുവനും അല്ലാഹു വെറുക്കപ്പെട്ടതാണ്, ശിർക്കിന്റെ പ്രവർത്തനമാണ്. അപ്പോ ആ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് അത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസമാണിത്. ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ തരത്തിലുള്ള നാട്ടുകല്ലിന്റെ ചുറ്റ് ആളുകൾ വന്ന് അവിടെ വന്ന് സങ്കടങ്ങൾ പറയുന്നു, ആ കല്ലിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലർന്നു എന്ന് കാണാൻ നമ്മൾ കേരളം വിട്ട് വേറെ സ്റ്റേറ്റിലേക്കോ ഇന്ത്യ വിട്ട് വേറെ രാഷ്ട്രങ്ങളിലേക്കോ പോകണ്ട, ഇവിടെ തന്നെ അത് കാണാൻ കഴിയാണ്. കണ്ണൂര് CM മടവൂർ ഇരുന്നിരുന്ന ഒരു വൃക്ഷം, അത് പ്രത്യേകമായ നെറ്റ് കെട്ടി കമ്പിവേലി കെട്ടി അവിടെ ദിക്റ് ഹൽക്കയും ദുആവും അന്നദാനങ്ങളും ഒക്കെ ആയുള്ളൊരു മജ്ലിസ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്താ പറയുന്നത്? തത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറൻ ബില്ല തബിഅതുമൂ. മറ്റൊരു റിപ്പോർട്ടിൽ ലബില്ല ദഖൽതുമൂ. ജൂത ക്രിസ്ത്യാനികളുടെ പഴച്ച സമ്പ്രദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യുന്നതാണ്. മുസ്ലിം സമുദായത്തില് സഹോദരങ്ങളെ, ഒരു മാലയിലെ മുത്തുമണികളെ പോലെ, ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ, ഒരു കൊലയിലെ മുന്തിരികളെ പോലെ കക്ഷികളാകാതെ ഭിന്നിക്കാതെ വ്യതിയാനമില്ലാതെ ഒരുമിച്ച് നിൽക്കുമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 73 വിഭാഗമായി പുലരുന്ന കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിന്റെ റൂട്ടിൽ സഞ്ചരിക്കുമ്പോ ഒരു കക്ഷി മാത്രമേ സ്വർഗത്തിന്റെ പാതയിൽ ഉണ്ടാകുള്ളൂ. ആരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ഇന്നേ ദിവസം ആ നിലപാട് സ്വീകരിക്കുന്നവരാണ്, ആ നിലപാടിൽ നിൽക്കുന്നവരാണ് അല്ലേ. അപ്പൊ ആ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഉൾക്കൊണ്ട നിലപാട് ഏതാ? റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനിൽ തവക്കുലാക്കുക, ജീവിതത്തിൽ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹ്ക്ക് മാത്രം നൽകുക അല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശഭൂമികൾക്ക് ഉപകാരദായകമായ മഴ നൽകുന്നത് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയാണ് എന്ന് ഒരു പ്രാഥമികമായ മതബോധമുള്ളവൻ പോലും ഉൾക്കൊള്ളൂ. എന്നിട്ടല്ലേ ഡിഗ്രി എടുത്ത് വലിയ വലിയ കിതാബുകൾ വായിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? എങ്കിൽ എന്താണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ച അബദ്ധം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെ നമുക്ക് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തരുന്നുണ്ട്. വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആ മക്കയിലെ മുശ്രിക്കുകള് പായക്കപ്പൽ ഉപയോഗിച്ച് കടലിലൂടെ യാത്ര ചെയ്യുമ്പോ അവര് കാറ്റിലും കോളിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തിരമാല ഇങ്ങനെ പിടിച്ചങ്ങ് കുലുക്കിയാൽ മരണം അവരെ മുഖാമുഖം